അപ്പോൾ ഇന്ന് ഞങ്ങൾ ജയിക്കുന്നു, ഞങ്ങളെ പ്രതീക്ഷകൾ ഇങ്ങനെ നിലനിർത്തി നിൽക്കുന്നു. നിങ്ങൾക്ക് പിന്നെ പ്രതീക്ഷകളൊന്നുമില്ല. നിങ്ങൾ എത്ര സ്ഥാനത്താ? ഞങ്ങള് 8. ഞങ്ങളോ ലാസ്റ്റ് അല്ലേ 9. അപ്പൊ പിന്നെ പോയിന്റ് വ്യത്യാസം നല്ല ഉണ്ട്. 11 പോയിന്റ് ഉണ്ട്. 11 പോയിന്റ്. ഇനി രണ്ട് കളി ജയിച്ചു കാണ്ട് 4 പോയിന്റ് കിട്ടൂലേ. ബാക്കിയുള്ള അപ്പൊ 15 പോയിന്റ് ആവില്ലേ? 6 അടുത്ത കളി ജയിച്ചാലോ? നിങ്ങളായിട്ടല്ലോ 6 അടുത്ത കളി ഞങ്ങളായിട്ടല്ലേ അവര് ജയിച്ചാലോ? 6 തോൽക്കുല്ലോ. 6 ജയിക്കും. ഞങ്ങൾ തോൽപ്പിച്ചിട്ട് വേണം നിങ്ങൾക്ക് പോവാൻ. ഞങ്ങൾക്ക് ശരിയാക്കി തരാം. അപ്പോഴും ഞങ്ങള് വേണം നോക്കണം നിങ്ങള്. പിന്നെന്താ? എന്നിട്ടാണ് ഈ വക വർത്താനം. 6 ജയിച്ചാ 16 അത് ഞങ്ങൾ നോക്കണ്ട. ഞങ്ങൾക്ക് ഞങ്ങളിങ്ങനെ കണ്ടു കാര്യങ്ങളൊക്കെ കണ്ടു തോറ്റരും. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങളെ മറ്റേ ചങ്ങായിമാർ അവിടെ നിൽക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മളെ ഹിറ്റ്മാൻ്റെ ഒക്കെ ഫ്രണ്ട് കാലന്റെ ഞങ്ങൾ 5 കപ്പിന്റെ 5 നിങ്ങൾ ഇങ്ങനെ നടക്ക. മഴ ഇത് കിട്ടിയ ഒരു പോയിന്റിന്റെ ഒരു ബലത്തിൽ ഇങ്ങനെ നടക്ക. അതെന്താ കളിയുടെ നിയമം അനുസരിച്ച് ഞങ്ങൾക്ക് ഒരു പോയിന്റ് കിട്ടി. ഞങ്ങള് തുടക്കത്തിൽ നിങ്ങളെ പോലെ ഇടങ്ങറായ വേറെ ടീമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അപ്പം തന്നെ കഴിഞ്ഞിരിക്കണം. ഒരു കയ്യിലും ഇല്ല. ഞങ്ങള് ഇന്ന് പെർഫെക്റ്റ് കളിയായിരിക്കും. ഇന്ന് ഞങ്ങൾ ഈ സീസണിലെ പെർഫെക്റ്റ് കളി ഞങ്ങൾ കഴിഞ്ഞ പെർഫെക്റ്റ് കളിയല്ലേ. ഞങ്ങൾ ക്യാപ്റ്റൻ ബൂംറ ഉസാറാക്കിയില്ലേ. അതേപോലെ ക്യാപ്റ്റൻ പാണ്ഡ്യ ഇല്ലെങ്കിൽ ഇവിടെ ഉസാറാവുമ്പോ ഓൾറെഡി ടീം ഞങ്ങൾ ആരെ തോൽപ്പിച്ചാണ്ട് വരുന്ന അറിയോ? നിങ്ങൾ ആരെ തോൽപ്പിച്ച ഗുജറാത്തിനെ അറിയോ? മുംബൈ ഇന്ത്യൻസ്. അത് നിങ്ങൾ മറക്കണ്ട. അതൊക്കെ പണ്ട് എന്താ ആനക്കൊമ്പുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിങ്ങനെ പറഞ്ഞുകാണ്ട് അതിന്റെ ഒരു അടയാളം വെച്ചിക്കാണ്ട് ആ രോഹിത് ശർമ്മ താങ്ങി പിടിച്ച് നടക്കണം. ഒരു കാര്യമില്ല. രോഹിത് ശർമ്മ ഞങ്ങളെ ഹിറ്റ്മാനെ തൊട്ട് കളിച്ചണ്ട. ഇടക്ക് പിന്നെ പാണ്ഡ്യ അങ്ങനെയൊക്കെ വന്ന് നിങ്ങൾ ഇപ്പത്തെ നേതാക്കന്മാരൊന്നും ശരിയല്ല. ശരിയാവും. വെറുതെ തിലക് വർമ്മന്റെ കളി ഉസാറല്ലേ? തിലക് വർമ്മ ഇത് 10 വൈക്കണം നിങ്ങളെ ടീം. ഒരു 10 വൈക്കണേ. സൂര്യകുമാർ യാദവ് വേറെ ഏതോ യൂണിവേഴ്സിലാണ്. വേറെ ഏതോ യൂണിവേഴ്സിലാണ്. പാണ്ഡ്യ എവിടെയാണ്? വേറെ ഏതോ യൂണിവേഴ്സിറ്റി. പ്രശ്നം പരിക്കുണ്ടാവുമ്പോ രോഹിത് ശർമ്മ ആരാണ് ക്യാപ്റ്റൻ എന്ന് നോക്കിയിട്ട് ബാറ്റ് ചെയ്യാൻ വേണ്ടിട്ട് രണ്ടാക്കും പരിക്കാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാം. നിങ്ങൾ വെറുതെ ഇപ്പൊ ഇന്ത്യ BCCI ഇപ്പൊ ഇന്നലെ ഇന്ത്യൻ ടീം ഇട്ടില്ലേ? ഇന്ത്യൻ ടീം ഇട്ടപ്പോ ഈ 2 കളിക്കാരെ പറ്റി എന്താ പറഞ്ഞ സബ്ജക്ട് ടു ഫിറ്റ്നസ് അല്ലെ? പരിക്കുണ്ട് ഉള്ള കാര്യമാണ് ഈ പറഞ്ഞത്. അല്ലാതെ ഇവിടെ അതൊക്കെ ഫുൾ പ്ലാനിങ്ങോട് കൂടിയിട്ട് അവിടെ ഇറക്കിയ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അവിടെ അത് പറഞ്ഞില്ലെങ്കിൽ ഇവിടെ കള്ളത്തരം പിടിക്കപ്പെടുന്നില്ല. BCCIക്ക് ഇങ്ങനെ മുംബൈ ഇന്ത്യൻസിനെ പിന്നെന്താ അതൊക്കെ നമുക്ക് അറിയേണ്ട കാര്യമില്ല. മുംബൈ എന്തൊക്കെയാണ് എന്നുള്ളൊക്കെ ആ വക വർത്താനത്തൊന്നും കാര്യമില്ല. നിങ്ങളിപ്പോ ഈ അവസാനം ഫിന്നാലെ 4 അടി അടിച്ചു. ഫിന്നല്ലേ രഘുവൻഷി, കാമറോൺ ഗ്രീന്, പിന്നെ റിങ്കു സിംഗ് തുടക്കത്തിൽ തന്നെ കളിച്ചാണ്ടായിരുന്നല്ലോ. ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതാണ് ക്ലിക്ക് ആവുമ്പോഴല്ല. ഇത് ഞങ്ങൾക്ക് ഇപ്പൊ ഒരു ഹോപ്പ് ഉണ്ട്. കഴിഞ്ഞ കളിയിലുള്ള കളിയൊക്കെ കണ്ട എന്ത് തോൽക്കുകയാണെങ്കിൽ നേരത്തെ തീരുമാനാക്കിയാണ് ഇങ്ങനെ വെറുതെ മടിയന്മാര്. ഇത് ഓപ്പണിങ്ങിന്റെ ബാറ്റിംഗ് ഇങ്ങനെ വരും. വെറുതെ വേണ്ട പരിക്കാണ്. അത് മനസ്സിലാക്കിക്കോളി നിങ്ങള്. അടുത്ത ഇന്ത്യക്കൊപ്പം ഇവിടെ അടുത്ത വേൾഡ് കപ്പ് എടുക്കാനുള്ളതാണ് രോഹിത് ശർമ്മ. അടുത്ത വേൾഡ് കപ്പ് ടീമിലുണ്ടാവും. പ്രതീക്ഷകളാണ്. എന്താ ഒരു സംശയമില്ല. അടുത്ത വേൾഡ് കപ്പ് ടീമിലും ഉണ്ടാവും. കപ്പ് കൊടുത്തിട്ട് ഞങ്ങളെ ലെജൻഡ് മടങ്ങുള്ളൂ.